എന്ന് പല പല മൊഴി നൽകിയിട്ടുണ്ട്. കാസ്റ്റിംഗ് കോച്ച് ഉണ്ട്, ലൈംഗിക താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കണം, ഇല്ലെങ്കിൽ അവസരങ്ങളിൽ നിന്ന് ഒഴിവാക്കും. ഈ സഹകരിക്കുന്നവർക്ക് കോഡുണ്ട്, കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് വിളിക്കുന്ന ഒരു കോഡുണ്ട്. ഇതൊക്കെ സിനിമാ മേഖലയിലുള്ളവർക്കെല്ലാം വ്യക്തമായ കാര്യങ്ങളായിരിക്കും. ഞങ്ങൾ പുറത്തു നിൽക്കുന്ന സാധാരണക്കാരായിരിക്കും ഇത് ആദ്യമായിട്ട് കേൾക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം എല്ലാവർക്കും ഇത് അറിയുന്ന കാര്യമാണ്. കാരണം സിനിമാ മേഖല മാത്രമാണ് നിങ്ങളെ ഈ ചാനൽ മേഖല ഒരു വശത്തുള്ളത്. ചാനലിൽ ഒരു വാർത്താ മേഖല മാത്രമല്ലല്ലോ, മറ്റുള്ള കാര്യങ്ങളൊന്നും ചാനലുണ്ടല്ലോ. സീരിയലുണ്ട്, സീരിയലിലും ഇതെല്ലാം ഇതിന്റെ ഒരു ഭാഗമാണ്. ഈ നടിമാരെ, പ്രധാന നടന്മാർ വരെ വാതിലുകളിൽ മുട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഈ പരാതി കൊടുത്താൽ പോലീസിന്റെ അടുത്ത് പോകാൻ കഴിയില്ല, ജീവൽ ഭയമുണ്ട്, കുടുംബാംഗങ്ങളെ പോലെ ഭീഷണിപ്പെടുത്തുന്നു. അതായത് ഈ ലൈംഗിക അതിക്രമങ്ങൾക്ക് അപ്പുറത്തേക്ക് ജീവഹാനി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭീഷണികൾ പോലും നടക്കുന്നുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളും താങ്കൾ പേരെടുത്ത് പറയണ്ട, പക്ഷെ ഈ ഒരു അവസരത്തിൽ താങ്കൾക്ക് പറയാമല്ലോ, അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും എന്നോടുള്ള ഏതൊരു പ്രൊഡ്യൂസർക്ക് ചോദിച്ചാലും അത് ഇല്ലാന്ന് ഒരിക്കലും ഒരു പ്രൊഡ്യൂസർക്ക്, ആത്മാർത്ഥമുള്ള പ്രൊഡ്യൂസർക്ക് മറുപടി ഇല്ലാന്നല്ല മറുപടി പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ പറയുന്നത് 100% രാത്രി വാതിലിൽ മുട്ടലും തുറന്നിലേക്ക് വാതിൽ ചവിട്ടിപ്പൊഴുക്കില്ല, ഭീതി എന്റെ അകത്തിരിക്കുന്ന കൂട്ടർക്ക് ഉണ്ടാകുന്ന ഇതെല്ലാം എത്രയോ നമ്മളെല്ലാം സിനിമയിൽ വന്ന കാലത്തിൽ നമ്മൾ കണ്ടതാണ്. പിന്നെ സിനിമയിൽ വന്നിട്ട് പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ നമ്മളെ കൺട്രോൾ ആക്കിയ സമയത്ത് നമ്മൾ അതിന് അനുമതി കൊടുക്കാറില്ല. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ പിടിച്ച് പുറത്താക്കും. അതൊന്നും എല്ലാ ആൾക്കാരും രാത്രി എല്ലാ ആൾക്കാരും സിനിമാ മേഖല രാത്രി ഷൂട്ടിങ് കഴിഞ്ഞാൽ അവര് മദ്യപാനം തുടങ്ങും. ഇപ്പൊ മദ്യപാനം പോയിട്ട് മദ്യപാനം മാത്രമല്ല, മറ്റുള്ള ഇപ്പോഴത്തെ പുതിയ ഐറ്റങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊരു ചെയ്യുന്നത്. ശ്രീ ലിബർട്ടി ബഷീർ, താരസംഘടന, പ്രധാനപ്പെട്ട നടന്മാർ നേതൃത്വം കൊടുക്കുന്ന താരസംഘടന, അതേപോലെ പ്രധാനപ്പെട്ട സംവിധായകർ നേതൃത്വം കൊടുക്കുന്ന ഫെഫ്ക, ഇവരെല്ലാവരുമാണ് ഈ കാര്യങ്ങൾ, സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാറുള്ളത്. ഇവരൊന്നും അറിയാതെ ഇതെല്ലാം നടന്നു എന്ന് വിചാരിക്കാൻ കഴിയില്ലല്ലോ. അതായത് ഈ പേരുകളെ ഒന്നും, ഒരു പേരും പറഞ്ഞില്ലെങ്കിലും ഒരു പേരുകളെയും ഒഴിവാക്കി നിർത്താൻ കഴിയില്ല. പ്രധാനപ്പെട്ട സംഘടനകൾക്കെല്ലാം ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. പ്രധാനപ്പെട്ട നടന്മാരടക്കമുള്ളവർ ആ സംഘടനയുടെ നേതൃനിരയിലുണ്ട്. എങ്ങനെ മാറ്റി നിർത്താൻ കഴിയും? അതെങ്ങനെ മലയാളി വിശ്വസിക്കും? ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഇതൊക്കെ ഒരു നടിയോ അല്ലെങ്കിൽ ഒരു നടനോ ഒന്നും പോയി കംപ്ലൈന്റ് പറയില്ല. ഇപ്പം ഒരു കാര്യം ഉറപ്പാണ്, ഒരു അമ്മയിൽ കംപ്ലൈന്റ് നടപടി എടുക്കും, മറ്റേ ഫെഫ്കയിൽ കംപ്ലൈന്റ് നടപടി എടുക്കും, പൊളിറ്റിക്സ് അസോസിയേഷനിൽ കംപ്ലൈന്റ് നടപടി എടുക്കും. നടപടി എടുക്കാത്ത ആരുമില്ല, എല്ലാ സംഘടനയിലും നടപടിയെടുക്കും. ആരും പ്രതികരിക്കാൻ പോകുന്നില്ല, അവർ സഹിക്കുകയെന്ന്. കാരണം എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് കൊടുത്താൽ അവിടെ പിറ്റേന്ന് രാവിലെ അവിടെ വീട്ടിലേക്ക് പോയിക്കൊള്ളണം. ഷൂട്ടിംഗ് കട്ടായിരിക്കും, ഷൂട്ടിങ്ങിൽ ഉണ്ടാവില്ല, ലൊക്കേഷന് പുറത്തു കൊണ്ടിരിക്കും. അപ്പൊ അത് ഭയന്നിട്ട് മിക്കവാറും എല്ലാവരും നിശബ്ദമായിരിക്കും. വല്ലാത്ത ഒരു കഷ്ടപ്പാട് തന്നെയാണ്. നിങ്ങൾ പറയുന്ന 100% ശരിയെന്ന് വല്ലാത്ത അവസ്ഥയിൽ അവരുള്ളത്. ഇപ്പെല്ലാം വളരെയധികം ചുരുങ്ങിയ പഴയകാലത്തെ ഒരു 5 വർഷമുള്ള അവസ്ഥയല്ല ഇന്നുള്ളത്. ഇന്നലെ കുറെ അധികം മാറ്റം വന്നിട്ടുണ്ട്. ഈ ഹേമ കമ്മീഷൻ വന്നതിന് ശേഷമുള്ള അവസ്ഥകളിലും പലതും മാറിയിട്ടുണ്ട്. എന്തവസ്ഥയാണ് മാറിയിരിക്കുന്നത് ശ്രീ ലിബർട്ടി ബഷീർ? ഞാൻ പേരെടുത്ത് പറയുന്നില്ല. പ്രമുഖ നടന് വേണ്ടി നടനെതിരെ അഭിപ്രായം പറഞ്ഞതിന് ഒരു യുവ നടി ഫീൽഡ് ഔട്ടായി. അത് ആരാണ് ഫീൽഡ് ഔട്ട് ആയത്? ഏത് നടിക്കെതിരെയാണ് സൈബർ ആക്രമണം വന്നത്? ഏത് നടനെതിരെയാണ് ആ നടി പറഞ്ഞത്? ഈ മലയാള സിനിമ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അറിയാം. ആ രീതിയിൽ എത്ര എക്സാമ്പിളുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വരുന്നു. സൈബർ ആക്രമണങ്ങൾ ആർക്കെല്ലാം എതിരെ നടന്നു, എന്ത് മാറ്റമുണ്ടായി? പ്രധാനപ്പെട്ട WCC വരുന്നു, അതിനകത്ത് പറഞ്ഞ പല നടിമാരും എവിടെ? അവരെന്തുകൊണ്ട് മലയാള സിനിമയിൽ ഇപ്പോഴില്ല? എങ്ങനെ അവർ ഫീൽഡ് ഔട്ടായി? ആരവരെ ഒഴിവാക്കി? എന്ത് മാറിയെന്നാണ് ശ്രീ ലിബർട്ടി ബഷീർ താങ്കൾ പറയുന്നത്? അല്ല, ഇവിടെ മലയാള സിനിമയിൽ ഒരു അദൃശ്യ ശക്തി ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഇന്ന സംഘടന എന്നില്ല, അദൃശ്യ ശക്തി എപ്പോഴും സിനിമകളുടെ കാര്യത്തോടെ ഉണ്ടത്. അത് സത്യം തന്നെയാണ്. അദൃശ്യ ശക്തി ഇതിനെ നിയന്ത്രിക്കുന്നുണ്ട്. അത് എവിടെങ്കിലും ആരെങ്കിലും ഒരു കംപ്ലൈന്റ് കൊടുത്താലോ അല്ലെങ്കിൽ ആരെ പറ്റി ഒന്ന് പ്രതികരിച്ചാലോ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ആ സിനിമയിൽ നിന്ന് മാറും. ജീവിതത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല. ഒരു കാര്യം കൂടെ